സ്വാമി ശരണം. ഞാനിന്ന് എൻ്റെ ശബരിമല യാത്ര എന്ന പ്ലേലിസ്റ്റിലെ ആദ്യത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ്. തമ്പനയിൽ പറഞ്ഞ പോലെ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ശബരിമലയിൽ നിന്നല്ലാതെ മകരവിളക്ക് നന്നായി കാണാൻ കഴിയുന്ന ഒരു സ്ഥലത്തേക്കാണ്. സ്ഥലത്തിൻ്റെ പേര് പഞ്ഞിപ്പാറ എന്നാണ്. സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ ആങ്ങമൂഴി എന്ന സ്ഥലത്ത് നിന്നും ഒരു 4 കിലോമീറ്റർ വനമേഖലയിൽ കടന്നിട്ട് ഉള്ളിലേക്കാണ്. പേരുപോലെ അത്ര മൃദുവൊന്നുമല്ലായിരുന്നു ഞങ്ങൾക്ക് അങ്ങോട്ടേക്കുള്ള യാത്ര. പത്തനംതിട്ട ജില്ലയിലെ വനപ്രദേശമായ ആങ്ങമൂഴിയിൽ നിന്നും കൃത്യം 4 കിലോമീറ്റർ ഉൾവനത്തിലൂടെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് സഞ്ചരിച്ചാലേ ഈ പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. പോകുന്ന വഴി അതിദുർഘടമായിട്ടുള്ള വഴിയായിരുന്നു. കോൺക്രീറ്റ് റോഡൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ കാറിനാണ് പോയത്. കാറ് അങ്ങോട്ട് കയറി എത്തപ്പെടാനായിട്ട് ഭയങ്കര പ്രയാസമായിരുന്നു. എന്നാൽ നമുക്ക് ശബരിമല നിന്ന് മാത്രം കാണാൻ പറ്റുന്ന ഒന്നായിട്ട് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന മകരവിളക്ക് എന്ന് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയും കുറേ സ്ഥലങ്ങളിൽ കാണാൻ കഴിയും എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് പോകാനല്ല എത്തിപ്പെടാനായിട്ടുള്ളൊരു നമ്മുടെ ഒരു ആഗ്രഹം വലുതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വർക്കിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളവിടെ പോയത്. നമ്മുടെ കൂടെ നമ്മുടെ നോഡൽ ഓഫീസറും ഡ്രൈവർ ചേട്ടനും ഒക്കെ നമ്മുടെ കൂടെയുണ്ട്. അതായത് നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ ആ ഒരു സേഫ്റ്റി, അത് എത്ര ആൾ 10-20,000 പേരൊക്കെ വന്ന് കൂടുന്ന സ്ഥലമാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം അവിടെ എങ്ങനെയുണ്ട്, തിരക്ക് കൂടിയാൽ അത് ക്രൗഡിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണോ എന്നൊക്കെ നമ്മൾ തിരക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് ആ വഴിക്ക് പോയത്. അപ്പോൾ അധികം വണ്ടിയൊന്നും പോകാത്തതുകൊണ്ട് തന്നെ പണ്ട് ചെയ്ത കോൺക്രീറ്റ് ആണെങ്കിൽ പോലും അതൊന്നും ഇളകി പോയിട്ടില്ലായിരുന്നു. പോകുന്ന വഴി ഇത് കണ്ടില്ലേ, ഇതുപോലെ വാഗമരങ്ങൾ, അതായത് അതുപോലെ കുറേ പൂക്കളുണ്ടാകുന്ന മരങ്ങൾ നിറയെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കുറച്ച് ദൂരം പിന്നിട്ടപ്പോഴത്തേനും ഒരു വീടിൻ്റെ ഒരു സൈഡിൽ നമ്മളെത്തി. അപ്പോഴത്തേനും നമുക്ക് ഏകദേശം സ്ഥലം ഇതാണോ എന്നൊരു ഡൗട്ടൊക്കെ പ്രകടിപ്പിച്ചു. നമ്മുടെ കൂടെയുള്ള ചേട്ടന് സ്ഥലം അറിയായിരുന്നു. അങ്ങനെ ഒരു ചേച്ചിയോട് വഴിയും ചോദിച്ച് നമ്മളങ്ങോട്ട് കയറി ചെന്നപ്പോഴത്തേനും നമ്മളൊരു ചെറിയൊരു ശബരിമല ഇടത്താവളം എന്നൊരു ബോർഡൊക്കെ കണ്ടു. അതിൻ്റെ അപ്പുറത്തായിട്ട് നമ്മൾ ആ ഒരു ശിവൻ്റെ പ്രതിഷ്ഠയോട് കൂടിയിട്ടുള്ള ഒരു അമ്പലം കണ്ടു. ആ അമ്പലമാണ് പഞ്ഞിപ്പാറ മലനട ശ്രീ മഹാദേവ ക്ഷേത്രം. അപ്പം അവിടെ നിന്നാൽ കറക്റ്റായിട്ടും മകരജ്യോതി തെളിയിക്കുന്നത് കറക്റ്റായിട്ടും കാണാൻ സാധിക്കുന്നതാണ് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞത്. കുറേ ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. അതിലൊരു ചേട്ടനോട് തന്നെ നമുക്ക് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ മലയല്ല, അങ്ങ് ലാസ്റ്റാണ് മല. ആ മലയുടെ അവിടെ ഇപ്പറ ഒരു ചെറിയ മൊട്ടക്കുന്ന് പോലാണല്ലേ, കണ്ടോ ഇപ്പറേ. ആ 2 മലയുടെ ഇടയ്ക്കല്ലേ ചേട്ടാ? കാടിന്റെ ഇങ്ങനെ ഒരു കുരിപ്പ് മല ശബരിമലയ്ക്ക് നമുക്ക് കാണാൻ പറ്റുമല്ലോ. ആ ചേട്ടൻ പറഞ്ഞതനുസരിച്ച് അവിടെ 2 മലകൾ കാണാം. ആ മലകളുടെ ഇടയ്ക്കായിട്ട് ഒരു കുരുപ്പ് പോലെ ഉണ്ട്. അപ്പം ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് മകരജ്യോതി തെളിയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ചേട്ടൻ പറഞ്ഞത്. ഇതുപോലെ തന്നെ നമുക്ക് വേറെ 5-6 സ്ഥലങ്ങളിൽ നമുക്ക് മകരജ്യോതി കാണാൻ സാധിക്കും. ആ സ്ഥലങ്ങളാണ് ഒന്ന് നമുക്ക് അട്ടത്തോട് നമുക്ക് പമ്പയ്ക്ക് പോകുന്ന വഴിയിൽ അട്ടത്തോട് റോഡിൽ നിന്നാൽ കാണാം. പിന്നെ അയ്യമ്മല, അതായത് നാരായണത്തോട് അയ്യമ്മല എന്ന് പറഞ്ഞൊരു മലയുണ്ട്, അവിടെ നിന്നാൽ കാണാം. ഇല്ലെങ്കിൽ നമുക്ക് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്നാൽ കാണാൻ പറ്റും. പിന്നെ അട്ടത്തോട് ഒരു കോളനി ഉണ്ട്, കോളനി നിന്നാൽ കാണാൻ പറ്റും. പിന്നെ പടിഞ്ഞാറേക്കര കോളനി അട്ടത്തോട് തന്നെ കാണാൻ പറ്റും. പിന്നെ ഇതുപോലെ നമ്മുടെ പഞ്ഞിപ്പാറ, പിന്നെ നെല്ലിമല എന്ന് പറഞ്ഞൊരു മലയുണ്ട് നാരായണത്തോട് അക്കരെ. അപ്പോൾ അവിടെ നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഈ ഒരു പഞ്ഞിപ്പാറ അമ്പലം എന്ന് പറഞ്ഞ പേര് പോലെ വലിയൊരു അമ്പലമൊന്നുമല്ല, ചെറിയൊരു കാനന ക്ഷേത്രം. അതിനെ ചുറ്റിപ്പറ്റി 5-6 വീടുകളുണ്ട്. കുറേ കാടുകൾക്ക് നടുവിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലം എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. ചെറിയൊരു അമ്പലം, നല്ലൊരു അറ്റ്മോസ്ഫിയർ, ശാന്തസുന്ദരമായിട്ടൊരു അറ്റ്മോസ്ഫിയർ തരുന്ന ഒരു അമ്പലം എന്ന് കണക്കാക്കാം. ഇവിടുത്തെ പ്രധാന ആഘോഷം എന്ന് പറയുന്നത് ശിവരാത്രിയാണ്. മകരവിളക്ക് മഹോത്സവത്തിനോടനുബന്ധിച്ചെത്തുന്ന ഭക്തർക്ക് മകരവിളക്ക് ദർശിക്കാനായിട്ടുള്ള സൗകര്യം ഫോറസ്റ്റുകാരും ഇവിടുത്തെ നാട്ടുകാരും കൂടിയെല്ലാം ചേർന്ന് ഒരുക്കിയിരിക്കുന്ന ഒരു ചെറിയൊരു ഇരിപ്പിടവും കാര്യങ്ങളും അവർക്ക് ദർശിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ് ഈ താഴെ കാണുന്നത്. അങ്ങ് ദൂരെയായിട്ട് അയ്യൻ്റെ 18 മലകളും നമുക്ക് ഒറ്റയടിക്ക് കാണാൻ സാധിക്കും. ആ മലകൾക്കിടയ്ക്കായിട്ട് 2 മലകളുടെ നടുവിലായിട്ട് നമുക്ക് മകരജ്യോതി തെളിയിക്കുന്നത് ഇവിടെ നിന്നാൽ നല്ലൊരു ദൃശ്യാനുഭംഗിയോടുകൂടി കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആയിരുന്നു. ശബരിമല യാത്ര എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റിലെ ആദ്യത്തെ വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ്സ് എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ്സായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക.
ഇനി കൂടുതൽ വീഡിയോ എനിക്കിതുപോലെ ചെയ്യാനായിട്ട് അതൊരു ഹെൽപ്പായിരിക്കും. അതുപോലെ തന്നെ ഞാൻ ശബരിമലയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ശബരിമല റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ എന്തെങ്കിലും സഹായങ്ങൾക്കോ എന്തെങ്കിലും എൻക്വയറിക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതിയാവും. അതിനുള്ള റിപ്ലൈ ഞാൻ തരാം. അല്ലാത്തവർക്ക് ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പർ തരാം, അതിലേക്ക് വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. സ്വാമി ശരണം.